ഹലോ മോനെ, എന്താടാ ഗസ്റ്റ് ഹൗസിലാണോ? അതോ നീ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ? എസ്റ്റേറ്റിലെ മുത്തശ്ശി, മിക്കവാറും ഇന്ന് അച്ഛൻ അങ്ങോട്ട് വരും. അതെന്താ നീ കൂടെ വരാത്തത്? ഓ, അതെങ്ങനെയാ? എന്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല. മുത്തശ്ശി, അതെ, ഞാൻ ഇന്നലെ രാധയെ വിളിച്ചായിരുന്നു. അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാൾക്ക് അസുഖമൊന്നുമില്ലല്ലോ? നിന്റെ രാധയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലടാ. അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അല്ല, പിന്നെന്താ അയാൾക്കൊന്ന് ഫോൺ എടുത്താല്? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. പേടിച്ചിട്ടാവൂ. മുത്തശ്ശി, എനിക്ക് അയാളോടൊന്ന് സംസാരിക്കണം. ഇത്തിരി നേരെങ്കിലും ഒന്ന് സംസാരിക്കണം. നീ എന്നെ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിച്ചേ അടങ്ങുമല്ലേ? എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ, അയാൾക്കൊന്നും ഫോൺ കൊടുക്കും മുത്തശ്ശി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നേ. ശരി ശരി, ഇനി രാധികയോട് സംസാരിക്കാത്ത ടെൻഷനില് നീ അവിടെ കുഴപ്പമൊന്നും കാണിച്ചു കൂട്ടണ്ട. ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. നീ ഹോൾഡ് ചെയ്യേ. ഓ മൈ സ്വീറ്റ് മുത്തശ്ശി. വൃത്തികെട്ട തള്ള. അപ്പൊ ഇവരുടെ തണല്ല ഈ പ്രേമനാടകം നടക്കുന്ന. എന്നെങ്കിലും ഒരു ദിവസം ഇവരെ എല്ലാവരുടെയും മുന്നിലിട്ട് ഞാൻ നാറ്റിക്കും. ആഹാ, മോൾ ഇവിടെ നിൽക്കുകയായിരുന്നു. എന്താ മുത്തശ്ശി? ദേ, മുത്തശ്ശിയുടെ ഒരു ഫ്രണ്ടാ. മോളെ കുറിച്ച് പറഞ്ഞപ്പോ മോളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സംസാരിക്കാം. ഹലോ. 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 തന്റെ ഫോണിൽ വിളിച്ച എടുക്കില്ല അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് മുത്തശ്ശി ആശ്രയിക്കേണ്ടി വന്നത്. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇവിടെ ഞാൻ വിളിക്കുമ്പോ താൻ ഫോൺ എടുക്കണം, സംസാരിക്കണം. എന്റെ കൃഷ്ണ, ഇത്രയും നേരം ഞങ്ങളെ കളിപ്പിച്ചെങ്കിലും പ്രത്യക്ഷപ്പെട്ടല്ലോ. അമ്മ അന്വേഷിച്ച കാര്യം. ഇനി അമ്മ കയ്യിൽ വെക്കുന്ന ഒരു കാര്യവും ഞാനെടുത്ത് ചന്തം നോക്കുന്നുമില്ല, വിശേഷം തിരക്കുന്നുമില്ല. അതെ, ആ പത്രം ഞാൻ താ. ഒരു കാര്യം തെരഞ്ഞതുകൊണ്ടൊരു ഗുണമുണ്ടായി. ചേട്ടത്തി അനിയത്തിയും പത്രവായന തുടങ്ങി. ആ, വായിക്കുന്ന നല്ലതാ. മനസ്സൊന്ന് വൃത്തിയായി കിട്ടും. ഉർവശി, നീ വാ. അമ്മ രാവിലെ തന്നെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്ക. എന്നാ നീ തന്നെ വെച്ചോ, പിടിച്ചോ, വാ. ഇങ്ങ് വാ. അച്ഛൻ എന്ത് പണിയായി കാണിച്ചത്? നമ്മൾ ഒന്നിച്ച് കണിമംഗലത്തേക്ക് തിരിച്ചു പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഇപ്പൊ അച്ഛൻ മാത്രം പോന്നേ? എടാ, അത് നമ്മുടെ മാനേജർ പവിത്രം പറ്റിച്ച പണിയാ. ഇന്നലെ കണക്കുകളിലെ കുറച്ച് കാര്യങ്ങൾ നീ പവിത്രനെ ബോധ്യപ്പെടുത്തിയില്ലേ? അതൊക്കെ ഒന്ന് തിരുത്തിയെടുക്കുന്നവരെ വരുൺ സാർ ഇവിടെ ഉണ്ടാകുമോ എന്ന് അയാൾ ചോദിച്ചു. എന്നാലായിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്നാലും എന്ത് പണിയാ അച്ഛാ ഈ കാണിച്ചത്?
ഞാനും അച്ഛനോടൊപ്പം പോരാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അതിപ്പോ കടല് കടന്നു പോകാനൊന്നും ഇല്ലല്ലോ. നിനക്കെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വന്നൂടെ? ഇന്ന് അയാളുടെ കൂടെ ഒന്ന് ഇരിക്കുക. സൂര്യക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്തിട്ടങ്ങ് പോരെ. അല്ല, അച്ഛൻ എങ്ങനെ പോകുന്നേ? എന്റെ കാറില് ഡ്രൈവർ ഇപ്പൊ വരും. എന്നാലേ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ അതിന് എതിര് പറയരുത്. എന്താ? ഇപ്പോ ഞാൻ അച്ഛന്റെ കൂടെ കണിമംഗലത്തേക്ക് വരുന്നു. എന്നിട്ട് അച്ഛനെ ഞാൻ അവിടെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് പോന്നോളാം. ഭ്രാന്തുണ്ടോടാ നിനക്ക്? ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ? ആ പാവപ്പെട്ട ഡ്രൈവർ അങ്ങനെയല്ല ചെയ്യുന്നത്. അയാളുടെ കാര്യത്തിൽ അച്ഛന് സെന്റിമെന്റ്സ് ഒന്നും ഇല്ലല്ലോ. എന്തൊക്കെ ആയാലും ഞാൻ എന്റെ മകനോട് കാണിക്കുന്ന സെന്റിമെന്റ്സ് അയാളോട് കാണിക്കണം. അച്ഛാ, അതെ, അമ്മയും മുത്തശ്ശിയൊക്കെ ഒന്ന് കാണണം. കുറേ ദിവസമായി ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. ഇന്നും ഞാൻ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ചെന്നില്ലെങ്കിൽ മുത്തശ്ശി എന്നോട് പിണങ്ങും. മുത്തശ്ശി പിണങ്ങിയാ പിന്നെ ഞാൻ കൈവിട്ട് പോവച്ച. ലോങ് ഡ്രൈവ് ഒന്നും അച്ഛൻ കാര്യമാക്കണ്ട, ഞാൻ കൂടെ വരാം. ഇനി ഞാൻ എതിർപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. മാത്രമല്ല, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അവിടം വരെ എത്തുന്നത് അറിയില്ലല്ലോ. അങ്ങനെ പറ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ആയിക്കോട്ടെ. വാ.